എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ക്ലീനിങ് വീഡിയോ ആണ്. വിഷുവായിട്ട് എല്ലാവരും ക്ലീനിങ് കഴിഞ്ഞ് കാണും. ഞാൻ ഇപ്പോൾ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു ക്ലീനിങ് വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ഒരു റിക്വസ്റ്റ് കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് ഒരു ഡീപ്പ് ക്ലീനിങ് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും എന്താ പാലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാലെടുക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്. രാവിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം എനിക്ക് അടുത്ത് ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ സമയം ഒരു 7-7:15 ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം. ചൂടായതുകൊണ്ട് തന്നെ രാവിലെ തന്നെ നല്ല ദാഹമുണ്ട്. അതുകൊണ്ട് ഞാൻ 2-3 ഗ്ലാസ് വെള്ളമൊക്കെ അങ്ങ് കുടിച്ചിട്ടുണ്ട്. അതുപോലെ ചൂടുവെള്ളം മാത്രമേ എനിക്ക് കുടിക്കാൻ പറ്റുള്ളൂ. തണുത്ത വെള്ളം കുടിക്കുമ്പോഴത്തേക്കും ഇങ്ങോട്ട് വൊമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളമാണ് കുടിക്കുന്നത്. പിന്നെ രാവിലെ സാമ്പാറാണ് വയ്ക്കുന്നത്. അതുകൊണ്ട് ഞാൻ പരിപ്പ് കഴുകി കുക്കറിൽ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. എല്ലാ കറികളും ഞാൻ ആദ്യം വച്ചതിന് ശേഷം പിന്നെ ചോറൊക്കെ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് കറികളൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ജോലിയൊക്കെ ആവും. അതുകൊണ്ട് ഞാൻ പച്ചക്കറികളൊക്കെ ആദ്യം അരിഞ്ഞെടുക്കുകയാണ്. ഇതിനിടയ്ക്ക് പാലൊക്കെ തിളപ്പിച്ചിട്ട് ചായയൊക്കെ ഇട്ടിട്ടുണ്ട്. പരിപ്പ് വേവുന്ന സമയം കൊണ്ട് ഞാൻ അവിയലിനും കൂടെ അരിഞ്ഞെടുത്ത് അടുപ്പത്തേക്ക് വെച്ചേക്കുകയാണ്. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് തന്നെ ഇവിടെ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുക്കണം. പരിപ്പ് ഇങ്ങനെ കുക്കറിൽ വെച്ചാലും അങ്ങനെ കലങ്ങി പോകാറില്ല. അതുകൊണ്ട് ഇങ്ങനെ തവിയിട്ട് ഉടച്ചെടുത്താലേ നല്ലവണ്ണം ഇങ്ങനെ ഉടഞ്ഞ് വരുള്ളൂ. പിന്നെ കഷ്ണങ്ങളും കൂടെ ഇട്ട് ഒന്ന് വിസിൽ കഴിപ്പിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒന്ന് കലങ്ങി മിക്സായിട്ട് വന്നോളും. പച്ചക്കറിയും പരിപ്പും കൂടെ ഒത്തിട്ട് വയ്ക്കുകയാണെങ്കിൽ അങ്ങനെ പരിപ്പ് വേവാതെ കിടക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഈ പരിപ്പ് ഇട്ട് വേവിക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ കഷ്ണം കുടംപുളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. 1-2 വിസിൽ മാത്രമേ കേൾപ്പിക്കാറുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തോരനും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പയറുണ്ടായിരുന്നു, അതിനെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടി കടുവറുത്തിട്ട് അരിഞ്ഞു വെച്ചിരുന്ന കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കിയതിന് ശേഷം ഇവിടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി അതവിടെ ഇരുന്ന് വെന്തോളും. ആ സമയം കൊണ്ട് ഇവിടെ അവിയലൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ തേങ്ങയൊക്കെ തിരുകി അവിയലിന് വേണ്ടിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിയലായി. ഇനി തോരനും കൂടെ അരച്ച് അതിലും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പെട്ടെന്ന് കറികളാകുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള ജോലികളും കൂടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. കറികളൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ കഴിക്കാനുള്ള ഇപ്പം ദോശയോ ഇഡലിയോ അല്ലെങ്കിൽ ചോറ് വയ്ക്കുകയോ എന്തൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മളെ ജോലിയൊക്കെ ആയിക്കോളും. ഇപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് മുളക് പൊടിയും 2 സ്പൂണ് മല്ലിപ്പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം കുറച്ച് കുറവായിരുന്നു. ഇപ്പോൾ സാമ്പാറും ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിൽ ഒന്ന് കടുക് താളിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സാമ്പാറിന് വേണ്ടിയിട്ട് കടുവറുത്തതിൽ ബാലൻസ് ഉണ്ടായിരുന്നതിൽ കൂടെ ഞാൻ അവിടെ ചമ്മന്തിയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തിയും കൂടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ സാമ്പാർ ഉണ്ടെങ്കിൽ പിന്നെ വെള്ളച്ചമ്മന്തിയും കൂടെ വേണം. ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് വെള്ളച്ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയത്. അങ്ങനെ ഇഡ്ഡലിക്കൊക്കെ കോരി വെച്ചിട്ടുണ്ട്. പിന്നെ അതവിടെ ചോറിനുള്ള വെള്ളം കൂടെ വയ്ക്കുകയാണ്. പൊടികളൊക്കെ അപ്പപ്പായിട്ട് അവിടെ തറയിലൊക്കെ വിടുന്നതൊക്കെ അപ്പോൾ തുടച്ച് കളയുന്നതാണ് നല്ലത് കേട്ടോ. പിന്നെ അരി കഴുകി അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അരി അവിടെ നിന്ന് തിളച്ചോളും. അപ്പോൾ ഇഡ്ഡലി ആവും, അതോടൊപ്പം തന്നെ ചോറും പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും നമുക്ക്. ഇനി അടുത്ത് എൻ്റെ ക്ലീനിങ് പരിപാടിയിലേക്ക് പോവുകയാണ്. ഞാൻ ആദ്യം തന്നെ കിച്ചൺ ക്ലീൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കിച്ചൺ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ള സ്ഥലങ്ങൾ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ ആയിരിക്കുമല്ലോ നമുക്ക് കൂടുതൽ സമയമാവുക ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ എൻ്റെ ജോലികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞല്ലോ. അപ്പം അതിനോടൊപ്പം തന്നെ ഞാൻ ഇതും ഈ ക്ലീനിങ്ങിൻ്റെ പരിപാടിയും കൂടെ നടത്തി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ബോട്ടിലുകളൊക്കെ കഴുകി നല്ല വെയിലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ. ഇന്നലെയൊക്കെ ഇത്തിരി മഴയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നും നല്ല മഴയായിരിക്കും എന്ന്. പിന്നെ അപ്പുറത്തെ റാക്കും ഞാൻ കുറേയൊക്കെ ബോട്ടിൽസൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ മാറാലയൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ മാറാല അടിക്കുന്ന ഒരു ബ്രഷ് ഉണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ അവിടെയൊക്കെ പൊടിയൊക്കെ ഒന്ന് അടിക്കുന്നത്. അത് വെച്ച് ഇങ്ങനെ പൊടിയൊക്കെ തട്ടുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ഒരു എളുപ്പമുണ്ട്. ബാക്കി കുറച്ച് പൊടിയൊക്കെ കാണുള്ളൂ. ഇപ്പോൾ ആ വലയൊക്കെ അടിച്ചതിന് ശേഷം കുറച്ച് പൊടിയൊക്കെ ഉള്ളത് ഞാൻ അവിടെ ഈ ഡസ്റ്റ് ക്ലീൻ ചെയ്യുന്ന ഈ ഇതുകൊണ്ട് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് തുടയ്ക്കുമ്പോഴത്തേക്കും കുറേ കൂടെ നല്ല പൊടിയൊക്കെ പോകുന്നുണ്ട്. പിന്നെ കബോർഡിൻ്റെ അകത്ത് ഞാൻ വേറെ നനഞ്ഞ തുണി വെച്ച് തുടച്ചതിന് ശേഷം ഒരു ഉണങ്ങിയ തുണി കൂടെ വെച്ച് നല്ലവണ്ണം തുടച്ചെടുത്തിട്ടുണ്ട്.
ഈ നനഞ്ഞ തുണി വെച്ച് മാത്രം നമ്മൾ തുടയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെതൽ കയറാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് എപ്പോഴും ഡ്രൈ ആക്കി ഇടുന്നതാണ് നല്ലത്. കബോർഡിൻ്റെ അകമൊക്കെ തുടച്ചതിന് ശേഷം എന്താ അവിടെ പുറത്തെ ഡോറും കൂടെ ഒന്ന് തുടയ്ക്കുകയാണ്. പിന്നെ താഴത്തെ ആ റാക്കൊക്കെ ഞാൻ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 2 തുണി കയ്യിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് മാറ്റി മാറ്റി പെട്ടെന്ന് അങ്ങ് തുടച്ചെടുക്കാൻ പറ്റും. വലിയ അഴുക്കൊന്നും ഇല്ല എങ്കിലും നമ്മൾ എപ്പോഴും അവിടെ തുടയ്ക്കുന്നതല്ലല്ലോ, അതുകൊണ്ട് കുറേശ്ശെയൊക്കെ പൊടിയൊക്കെ ഉണ്ടാവും. ഞാൻ എല്ലാ ബോട്ടിൽസും കഴുകിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറേയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ കണ്ടെയ്നേഴ്സ് കാണുമല്ലോ, അപ്പോൾ അതുപോലുള്ളതാണ് ഇത്. അപ്പോൾ അതിൽ ഞാൻ എപ്പോഴും എടുക്കുന്നതല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു നനഞ്ഞ തുണി കൊണ്ട് അതിൻ്റെ പുറമൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ട് ഞാൻ അതേ സ്ഥാനത്ത് തന്നെ എടുത്തങ്ങ് വയ്ക്കുകയാണ്. ഇപ്പം തന്നെ അങ്ങ് എടുത്ത് വച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ആകുമ്പോഴത്തേക്കും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എടുത്ത് വയ്ക്കാനൊക്കെ. അതുകൊണ്ട് ഞാൻ അവിടെ തുടച്ചതിന് ശേഷം അപ്പോൾ തന്നെ ഞാൻ അത് എടുത്ത് അങ്ങ് വയ്ക്കുകയാണ്, തുടച്ചെടുത്ത് അങ്ങ് വച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ സൈഡിലെ കബോർഡിൽ കുറേ ഗ്ലാസ്സുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ഗ്ലാസ്സും നേരത്തെ കുറേ ബോട്ടിൽസൊക്കെ ഉണ്ടായിരുന്നതൊക്കെ എടുത്ത് മാറ്റിയല്ലോ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം അവിടെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ആദ്യം പൊടിയൊക്കെ നല്ലവണ്ണം തട്ടിക്കളഞ്ഞതിന് ശേഷമാണ് അവിടേക്ക് ഒന്ന് തുടച്ചെടുക്കുന്നത്. അപ്പുറത്ത് ചെയ്ത അതേ സെയിം രീതി തന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ എല്ലായിടമൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം എടുത്ത് മാറ്റിയ സാധനങ്ങളൊക്കെ തിരിച്ച് അതേ സ്ഥാനത്ത് തന്നെ എടുത്ത് വയ്ക്കുകയാണ്. ഞാൻ താഴത്തെ റാക്കിൽ കുറേ ഗ്ലാസ്സുകളാണ് കേട്ടോ എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ മുകളിൽ മിക്സിയുടെ ജാറുകളുമാണ് വെച്ചേക്കുന്നത്. പിന്നെ കബോർഡിൻ്റെ അകത്ത് കുറച്ച് ഒഴിഞ്ഞ ബോട്ടിൽസൊക്കെ വച്ചിട്ടുണ്ട്. പിന്നെ മക്കളൊക്കെ വെള്ളം കൊണ്ടുപോകുന്ന ബോട്ടിലും അതൊക്കെ ഉണ്ട്. ഞാൻ മുകളിലത്തെ ആ കബോർഡിൻ്റെ ഡോറും കൂടെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. മോപ്പ് വെച്ചിട്ടാണ് തുടച്ചത്. പിന്നെ ആ എക്സോസ്റ്റ് ഫാനും കൂടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇനി ആ ജനലിൻ്റെ ഭാഗമാണ് തുടയ്ക്കുന്നത്. ഇവിടെയൊക്കെ ഒന്ന് പൊടി അടിച്ചതാണ്, ആ മാറാല തട്ടുന്നത് കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതാണ്. എന്നിട്ട് ഇവിടെ പൊടി തട്ടുന്ന ആ സാധനം കൊണ്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ തോർത്ത് നേരത്തെ മുഖത്ത് കെട്ടാൻ വേണ്ടിയിട്ട് മറന്നുപോയി. മിക്കവാറും പൊടിയടിക്കാൻ നേരത്ത് ഞാൻ ഈ തോർത്ത് കെട്ടാൻ വേണ്ടിയിട്ട് മറന്നുപോകും. കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഈ തോർത്തെടുത്ത് കെട്ടാറുള്ളത്. അതേപോലെ തന്നെയാണ് ഇപ്പോഴും കുറേ സമയം പൊടിയടിച്ചതിന് ശേഷമാണ് ഞാനിത് തോർത്തെടുത്ത് കെട്ടിയത് കേട്ടോ. അങ്ങനെ ജനലൊക്കെ ക്ലീൻ ചെയ്ത ശേഷം അവിടെ ചുമരും പിന്നെ കൗണ്ടർ ടോപ്പിൻ്റെ പുറമൊക്കെ ഈ സോപ്പ് വെള്ളം ഇട്ട് ഞാൻ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പുറത്തെ ജനലും അവിടുത്തെ കൗണ്ടർ ടോപ്പും ഒക്കെ ഞാൻ ഇതുപോലെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ എല്ലാം അതിൽ കാണിക്കാത്തതാണ്. പിന്നെ ഞാൻ അതവിടെ താഴത്തെ കബോർഡിൻ്റെ അകമൊക്കെ ഒന്ന് തൂത്തിറക്കിയിട്ടുണ്ട്. അതാണ് ഇത്രയും ചവറുള്ളത് കേട്ടോ. ഈ താഴെയുള്ള കബോർഡിൻ്റെ അകമൊക്കെ എപ്പോഴും ഞാൻ ക്ലീൻ ചെയ്യുന്നതല്ല. ഇതുപോലുള്ള സമയങ്ങളിലാണ് ഞാൻ വല്ലപ്പോഴൊക്കെ ക്ലീൻ ചെയ്യാറുള്ളത്. അതാണ് ഇത്രയും പൊടിയുള്ളത്. അത് മാത്രമല്ല, ഇങ്ങനെ ഉറുമ്പ് ചില സമയത്തൊക്കെ ഇങ്ങനെ ഉറുമ്പൊക്കെ ഭയങ്കരമായിട്ട് വരുമല്ലോ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ മണ്ണൊക്കെ തുളച്ചിടാറുണ്ട്. അങ്ങനെ കിച്ചണിലെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഡൈനിങ് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ മാറാലേക്ക് അടിച്ചെടുക്കുകയാണ്. അവിടെ ജനലിൻ്റെ പുറത്തും ഫാനിലുള്ള പൊടിയൊക്കെ ഇങ്ങനെ തട്ടിയിടുന്നുണ്ട്. അതിനിടയ്ക്ക് കേശുദ അവിടെ തറയൊക്കെ തൂക്കുകയാണ്. തറ തൂക്കുന്നത് അവിടെ കുറച്ച് പൂവിൻ്റെ വേസ്റ്റൊക്കെ വീണ് കിടന്നിട്ടുണ്ടായിരുന്നു. അത് അവൻ ചെറുതായിട്ടൊന്ന് തൂത്ത് മാറ്റുന്നതാണ്. ഞാൻ ഇവിടെ ഡൈനിങ് ഏരിയയും ഹാളും കൂടെ ഒരുമിച്ചാണ് അവിടെ വലയൊക്കെ അടിക്കുന്നത്. അപ്പോൾ അതാകുമ്പോഴത്തേക്കും പിന്നെ ബാക്കി ഇങ്ങനെ ചെറുതായിട്ട് പൊടിയൊന്ന് തുടച്ചെടുത്താൽ മതിയല്ലോ. ദേവുട്ടിയുടെ അടുത്ത് ബുക്ക് അടുക്കി വെക്കാൻ പറഞ്ഞതുകൊണ്ട് അവൾ ബുക്ക് അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടെ ചെയ്യുകയാണെങ്കിൽ ക്ലീനിങ് പെട്ടെന്നങ്ങ് നടക്കും. മക്കളാണെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ അവിടെ ജനലിൻ്റെ സൈഡിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നത് ഞാൻ ഇത് വെച്ച് ഒന്ന് തുടച്ച് മാറ്റുകയാണ്. ടി വി സ്റ്റാൻഡിൻ്റെ ആ ഭാഗത്തും ഒക്കെ കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ തുടയ്ക്കുന്നത് എല്ലാ ദിവസവും ചെയ്യുന്നതാണെങ്കിലും ഇന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നതല്ലേ, അപ്പോൾ എല്ലാ ഭാഗവും കൂടെ ഒന്ന് ടച്ച് ചെയ്ത് പോകണമല്ലോ. പിന്നെ ടി വി സ്റ്റാൻഡിൻ്റെ അടിയിലും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടെയും കൂടെ ഒന്ന് പൊടി തട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്കിവിടെ തയ്യൽ മെഷീൻ ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് പൊടി തട്ടി കൊടുക്കുകയാണ്. പൊടിയൊക്കെ തട്ടി കളഞ്ഞതിന് ശേഷം ഞാൻ ഒരു നനഞ്ഞ തുണി വെച്ച് അവിടേക്ക് ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്. വയറൊക്കെ കിടക്കുന്നത് കൊണ്ട് കറണ്ട് അടിക്കുന്നുള്ള പേടിയുണ്ട്, എങ്കിലും ഞാൻ അവിടേക്കൊന്ന് തുടച്ച് പോവുകയാണ് കേട്ടോ. അതിനോടൊപ്പം തന്നെ ടി വിയുടെ പുറവും കൂടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ടി വി ഇരിക്കുന്ന ഭാഗത്ത് ബോക്സ് വയ്ക്കാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് അവിടെ നമ്മളെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്താണ് ഈ ബോക്സ് വെച്ചേക്കുന്നത്. അപ്പോൾ അതും കൂടെ ചെറുതായിട്ട് പൊടിയൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്. അതിലും കുറച്ച് പൊടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്ക് അതിൽ തുടയ്ക്കാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് പൊടി ഉണ്ടായിരുന്നു അതിൽ. പിന്നെ ഈ ഷോക്കേസ് ക്ലീൻ ചെയ്യാൻ ഇത്തിരി പാടാണ്, എങ്കിലും ഞാൻ ഓരോന്നെടുത്ത് മാറ്റിയിട്ട് അപ്പോൾ തന്നെ തുടച്ചിട്ട് അതിനെ തിരിച്ചെടുത്ത് അങ്ങനെ വയ്ക്കുകയാണ്. ഞങ്ങളിവിടെ കുറേ ഗ്ലാസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഗ്ലാസ്സുകളൊക്കെ ഒരു ബോക്സിൻ്റെ അകത്താക്കി അപ്പം കിച്ചണിൽ
നമ്മുടെ മുകളിലത്തെ കബോർഡിൻ്റെ അകത്താണ് വെച്ചിരുന്നത്. അപ്പം കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചു പിന്നെ ഇവിടെ കൊണ്ടുവയ്ക്കാമെന്ന്. ഇപ്പോൾ ഷോക്കേസ് ചെയ്തതിന് ശേഷം വിചാരിച്ചു ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാമെന്ന്. അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് മാറ്റിയത്. പിന്നെ കുറേ മരുന്നുകളുണ്ട്, ഞങ്ങളുടേതും പിന്നെ മക്കളുടേതും ആയിട്ടൊക്കെ കുറേ മരുന്നുകളുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരുമ്പോഴത്തേക്ക് വാങ്ങിച്ച് വയ്ക്കുന്നതാണ്. പിന്നെ എന്താ അവിടെ ഷോക്കേസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ വാഷ് ബേസിൻ്റെ മുകളിലുള്ള മിററും കൂടെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ജനാലയിലുള്ള പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളയുകയാണ്. മാറാലയൊക്കെ തട്ടിക്കളഞ്ഞെങ്കിലും ഈ തടിയുടെ ഇടയിലൊക്കെ ആയിട്ട് കുറേശ്ശെ പൊടികളൊക്കെ കാണാൻ പറ്റാത്തതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇത് വെച്ച് തുടയ്ക്കുമ്പോഴത്തേക്കും പൊയ്ക്കോളും. പിന്നെ ചെറിയ വലകളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതിട്ട് തുടച്ചപ്പോഴത്തേക്കും അങ്ങ് പോയി. പിന്നെ ഇവിടെ നമ്മളെ ഹാളിൻ്റെ അവിടെയും ഒരു ഷോക്കേസ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഷോക്കേസിൽ കുറേ ബുക്കുകളൊക്കെ വെച്ചിട്ടുണ്ട്. ബുക്കുകളും പിന്നെ മക്കൾക്ക് കിട്ടിയ കുറച്ച് ട്രോഫികളും പിന്നെ ചേട്ടൻ്റെ ഫോട്ടോ മക്കളുടെ ഫോട്ടോ ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും ഒന്ന് എടുത്തിട്ട് ഒന്ന് തുടച്ച് വയ്ക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് തുടച്ചൊക്കെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇല്ലായിരുന്നു. അവിടെ ചെറുതായിട്ടൊന്ന് പൊടിയൊക്കെ തട്ടി കളഞ്ഞാൽ മാത്രം മതിയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ സോഫയുടെ പുറകിലായിട്ട് ഒരുപാട് പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ എപ്പോഴും ഇങ്ങനെ തുടയ്ക്കുന്നതല്ല, ഈ തടിയുടെ ഇടയിലൊക്കെ ആയിട്ട് കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിലൊക്കെ കുറച്ച് വലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ കംപ്ലീറ്റ് ആക്കിയ ശേഷം അവിടെ ബെഡ്റൂമിലേക്ക് വന്നേ. അപ്പോൾ ബെഡ്റൂമിലെ മാറാലയൊക്കെ ഇനി തട്ടുകയാണ്. ജനലൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി കൊടുക്കുകയാണ്. ഈ അലമാരയുടെ മുകളിൽ ഇരിക്കുന്നത് പായും മെത്തയും കൂടെ വരുന്നതാണ് കേട്ടോ. അതിൻ്റെ അകത്ത് സ്പോഞ്ച് വെച്ചിട്ട് അവർ എന്തോ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ സൈഡ് കുറച്ചൊന്ന് കീറിപ്പോയി, അതുകൊണ്ടാണ് അതിൻ്റെ മുകളിലെടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ നമ്മളത് കീറിയതിന് ശേഷം ഉപയോഗിച്ചിട്ടില്ല. തറയിലൊക്കെ വിരിച്ചിടക്കാൻ നല്ലതായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഇരിക്കുന്നതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, പിന്നെ എടുത്ത് കത്തിക്കാനൊന്നും പറ്റൂലല്ലോ. അങ്ങനെ ബെഡ്റൂമിലെ പൊടിയൊക്കെ തട്ടിയതിന് ശേഷം അവിടെ അലമാരയുടെ ഡോറൊക്കെ ഒന്ന് നനഞ്ഞ തുണി കൊണ്ടൊന്ന് തുടയ്ക്കുകയാണേ. ഇതിപ്പോൾ ഞാൻ നനഞ്ഞ തുണി കൊണ്ട് തുടച്ചാലും ഒരു ഉണങ്ങുന്ന തുണിയും കൂടെ വെച്ച് തുടയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പെട്ടെന്ന് ചീത്തയായി പോകുമോ എന്നുള്ളൊരു പേടിയുണ്ട്. ചിതലെങ്ങാനും കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ ബെഡ്റൂമിൽ തന്നെ 2-3 അലമാരയുണ്ട് കേട്ടോ. ഇപ്പം മക്കളുടെയും ഞങ്ങളുടെയും ഡ്രസ്സുകളെല്ലാം ഈ റൂമിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. പിന്നെ അടുത്ത് ഡോറുകളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഡോറുകൾ തുടയ്ക്കാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എല്ലാ ഡോറുകളും കൂടെ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രണ്ടിലത്തെ ഡോറും സിറ്റൗട്ടിലെ ഡോറും ഒക്കെ ഞാൻ ഇപ്പോഴാണ് തുടയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ സിറ്റൗട്ടിൽ ഞാൻ അവിടെ ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു. ബാക്കി എല്ലായിടവും ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനിയാണ് ഞാൻ ഇവിടെ സിറ്റൗട്ടിൽ ആ ഡോറൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നത്. പിന്നെ അവിടുത്തെ മാറാലയൊക്കെ തട്ടിയതൊക്കെ ഈ സമയത്താണ്. ഫ്രണ്ടിൽ അധികം അങ്ങനെ പൊടിയൊന്നുമില്ല, എങ്കിലും ചെറുതായിട്ടൊന്ന് തുടച്ച് പോകുന്നതേ ഉള്ളൂ. ജനാലയുടെ ഡോറിൽ അങ്ങ് മുകളിലോട്ടൊക്കെ ആയിട്ട് ചെറിയ വലകളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അത് ഞാൻ പുറത്തിറങ്ങി തുടങ്ങിച്ചപ്പോഴത്തേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അകത്ത് കയറി ഒന്നുകൂടെ തുടച്ചതാണ്. ഞങ്ങളെ ഇവിടെ പുറത്ത് അടുപ്പ് കത്തിച്ചിരുന്നപ്പോഴത്തേക്കും അവിടെ കരിയൊക്കെ അടിച്ചിട്ട് അങ്ങ് മുകളിലോട്ടൊക്കെ അങ്ങനെ ആയതാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ വെളിയിലേക്ക് ഇറങ്ങി അവിടുത്തെ ജനലൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഇതിപ്പം കിച്ചൻ്റെ ഭാഗമാണ്. പിന്നെ അവിടെ ഡൈനിങ് ഏരിയയുടെ ആ ഭാഗത്തുള്ള ജനലാണ് കേട്ടോ ഇത്. അങ്ങനെ ജനലുകളെല്ലാം ഏകദേശം തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് ടി വി ഇരിക്കുന്ന ആ ഭാഗത്തുള്ള ജനലും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ തുടച്ചിട്ട് ഞാൻ അതവിടെ അകത്തേക്ക് കയറി പോവുകയാണ്. പിന്നെ ഞാൻ അതവിടെ വീടിൻ്റെ അകമൊക്കെ ഒന്ന് തൂത്തിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ക്ലീനിങ് തുടങ്ങിയത് ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ. ഇപ്പോൾ ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ ക്ലീനിങ്ങൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ മുറ്റമൊക്കെ അടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇതിനിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ സമയം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പാത്രങ്ങൾ കഴുകാൻ വേണ്ടി സമയം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് 2-3 പേരൊക്കെ ചേട്ടത്തിയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ സംസാരിച്ചിട്ട് അങ്ങനെ കുറേ സമയമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എങ്കിലും കുഴപ്പമില്ല, ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞല്ലോ. പിന്നെ അങ്ങനെ മുറ്റമൊക്കെ അടിച്ചു വാരിയൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ എല്ലായിടവും നല്ലവണ്ണം ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. തൂത്ത് തുടച്ച് നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തിരിക്കുന്നത് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചതാണ് കേട്ടോ, കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അതൊക്കെ ഇനി എടുത്തൊക്കെ വയ്ക്കണം. കുറച്ച് പലചരക്ക് സാധനങ്ങളാണ്, അതൊന്നും എടുത്ത് വെച്ചില്ല. അതിന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എടുത്ത് വയ്ക്കുകയുള്ളൂ കേട്ടോ.
പിന്നെ ഞാൻ ഈ ബോട്ടിലിൽ നിന്നൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അത് വീണ്ടും തിരിച്ച് തട്ടി ആ ബോട്ടിലേക്ക് തന്നെ വയ്ക്കുകയാണ്. ഞാൻ കുഞ്ഞു കുഞ്ഞു പേപ്പറിൽ ആക്കിയാണ് ഞാൻ വെച്ചിരുന്നത് കേട്ടോ. അതാകുമ്പോഴത്തേക്കും വേറെ പാത്രങ്ങളിലാക്കിയൊക്കെ വെച്ചിരുന്നെങ്കിൽ പിന്നെ അതും കൂടെ എടുത്ത് കഴുകേണ്ടി വരുമായിരുന്നു. അപ്പം പേപ്പറിലായതുകൊണ്ട് എളുപ്പമുണ്ട്. അങ്ങനെ അതെല്ലാം തിരികെ എടുത്ത് വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ബൈ.